ഹലോ മൈ ഡിയർ ആൾ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇന്ന് നമ്മളൊരു വർക്ക് തുടങ്ങിയിരിക്കുന്നത് ഒരു HDF എക്സ്റ്റീരിയർ ബോർഡാണ്. സെഞ്ചുറി കമ്പനിയുടെയാണിത്. അപ്പോൾ ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫും ഒരു TV യൂണിറ്റ് വിത്ത് പൂജ പ്രയർ റൂമുമായിട്ടുള്ള വർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 18mm HDF ബോർഡാണ് കേട്ടോ. ഇതിന്റെ ബാക്ക് ഷീറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്, ബോക്സിന്റെ ബാക്ക് ഷീറ്റ് ചെയ്തിരിക്കുന്നത് 8mm മൾട്ടിവുഡ് ആണ്. ഇപ്പൊ ഇതിന്റെ നമ്മുടെ കാർപ്പൻറ്റർ വർക്ക് എല്ലാം തീർന്നു. ഇതിലിപ്പോ പെയിന്റിംഗ് വർക്ക് നടക്കുകയാണ്. പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം അതിൽ നമ്മൾ മെറ്റൽ പെയിന്റ് ആണ് സ്പ്രേ ചെയ്തിരിക്കുന്നത്. മെറ്റൽ അടിക്കുന്ന പെയിന്റ് ആണ് സ്പ്രേ ചെയ്തിരിക്കുന്നത്. അത് ഡ്യൂക്കോ പ്രൈമർ ആണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്, ബ്രൗൺ കളറിൽ കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അതിന്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പുട്ടിയിട്ട് അടയ്ക്കും. പുട്ടിയിടുന്നത് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഫുൾ പുട്ടിയല്ല, പോളിസ്റ്റർ പുട്ടിയാണ് അതിന്റെ ഹോളിലെല്ലാം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് കിടന്നോളും. അതിൽ ഗ്യാപ്പോ ക്രാക്കോ അങ്ങനെയൊന്നും വരില്ല. പിന്നെ നമ്മൾ അതിനുശേഷമാണ് ഈ ഡ്യൂക്കോ പ്രൈമർ അടിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പുട്ടിയിട്ട് ഇടുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അതിൽ ഈ NC പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത്. ഈ വണ്ടികളിലൊക്കെ അടിച്ചിട്ടുള്ള NC പെയിന്റ് ഉണ്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫിനിഷിങ് കൊടുക്കുന്നത് നമ്മൾ ഒരു ടീക്ക് വുഡിന്റെ ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത്. ക്ലയന്റിന്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ വേറെ അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ ചെയ്തപ്പോൾ അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരു NC പെയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 2 കോട്ട് അടിക്കണം. അതുപോലെ തന്നെ പ്രൈമറും 2 കോട്ട് അടിക്കും. NC പുട്ടി ഇപ്പോൾ 2 പ്രാവശ്യം അടിച്ച് അതിൽ പിന്നെ ഒരു പുട്ടിയൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ അതിലേക്ക് ഗ്രൈൻസ് കൊടുക്കുകയാണ്. ഈ ടീക്ക് വുഡിന്റെ ഗ്രൈൻസ് ആണ് കൊടുക്കുന്നത്. ടീക്ക് വുഡിന്റെ ഗ്രൈൻസ് കൊടുക്കുന്നത് നമ്മളതൊരു പെയിന്റ് അതിന്റെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രവീന് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല അത് ഗ്രൈൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല സ്റ്റൈലായിട്ട് പ്രവീന് ചെയ്യുന്നുണ്ട്. നല്ല നാച്ചുറൽ ടീക്കിന്റെ അതേ ഗ്രൈൻസ് തന്നെയാണ് ചെയ്തു വരുന്നത്. അത് ചെയ്യുമ്പോൾ നല്ലൊരു നേക്കായിട്ടാണ് പ്രവീന് ചെയ്യുന്നത്, ആ ഒരു സ്റ്റൈലില്. തുടച്ച് മാറ്റിയല്ല, അതിന്റെ ഒരു വുഡൻ ഷെയ്ഡായിട്ട് ആക്കുകയാണ് അതിനെ. കണ്ടില്ലേ, നല്ല സ്റ്റൈലിലാണ്, ആ വുഡിന്റെ അതേ ഒരു മാച്ചിലാണ് പ്രവീൺ അത് വരച്ചെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും, എന്നാലും നല്ല രീതിയിൽ തന്നെയാണ് അത് പ്രവീൺ അത് വരച്ചെടുക്കുന്നത്. പിന്നെ നമ്മളത് ഗ്രെയിൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മെലാമിൻ സീലർ ആണ് കോട്ട് ചെയ്യുന്നത്. മെലാമിൻ സീലർ നമ്മൾ 2 തവണ ഒറ്റ സ്പ്രേ തന്നെ കവറിങ് ആയിട്ട് അടിക്കും. അതിൽ നമ്മൾ കുറച്ച് ബ്രൗൺ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വാൾനട്ട് സ്റ്റൈനറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് മെലാമിൻ സീലറിൽ. അതിനുശേഷം നമ്മൾ അത് പിന്നെ ഒന്ന് പേപ്പറൊക്കെ ചെയ്തിട്ട് വേണം മെലാമിൻ ക്ലിയർ അടിക്കണമെങ്കിൽ. ഇത് മെലാമിൻ ക്ലിയർ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുക്കുന്നത്, ഗ്ലോസി ഫിനിഷ് അല്ല. ഗ്ലോസി വേണ്ടവർക്ക് ഗ്ലോസിയും കൊടുക്കാം, മാറ്റ് വേണ്ടവർക്ക് മാറ്റും കൊടുക്കാം. നമ്മൾ മാറ്റ് ഫിനിഷ് ആണ് അതിട്ട് കൊടുക്കുന്നത്. പിന്നെ കബോർഡിന്റെ ഇൻസൈഡ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇനാമിൽ പെയിന്റ് ആണ്. ഇനാമിൽ പെയിന്റ് വൈറ്റ്, സാറ്റൻ വൈറ്റ് ആണ്, ഇനാമലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതിന്റെ വർക്കെല്ലാം, പെയിന്റിങ്ങിന്റെ വർക്കെല്ലാം തീർന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന്റെ ഫിറ്റിങ്സ് നമുക്കത് ഒരു ദിവസം ഡിലേ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ പെയിന്റ് ഒന്നും അത് ഉണങ്ങത്തില്ല. ഇപ്പോൾ ഡോർസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ഔട്ട്സൈഡ് ടീക്ക് വുഡിന്റെ മെലാമിൻ മാറ്റ് ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് ബോക്സ് അല്ലാതെ നമ്മൾ ഇനാമിൽ പെയിന്റ്. വർക്ക് ഏകദേശം ഫിനിഷായി, അതിന്റെ ഫിറ്റിങ്സ് എല്ലാം നമ്മളത് ചെയ്തു. ക്ലയന്റിനെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയറും കൂടെ ചെയ്യണേ. നമ്മളെല്ലാം തുടങ്ങിയക്കാരാണ് യൂട്യൂബിൽ, അപ്പോൾ നിങ്ങളത് ഷെയറും കൂടെ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ വീഡിയോ നമ്മുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കുക.
ഇതുപോലത്തെ വർക്കിൻ്റെ വർക്കിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പിന്നെ നമസ്കാരം പറയുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളത് പിന്നെ തിരുവനന്തപുരത്താണ് ചെയ്യുന്നത്. തിരുവനന്തപുരം പിന്നെ ഇതിപ്പോൾ സൈറ്റ് ഉള്ളത് കട്ടേലയാണ്. അപ്പോൾ വർക്ക് ക്ലയൻസിനെല്ലാം ഇഷ്ടപ്പെട്ടു. ഫുൾ പേയ്മെൻ്റ് എല്ലാം അവർ തന്നു. നല്ല ഹാപ്പിയാണ് ക്ലയൻറ്റ്. ആ ഡോറിലെല്ലാം ചെയ്തത് നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓക്കെ, താങ്ക് യു. ഇതൊരു ചെറിയൊരു വാഷ് ബേസിൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.